ഇന്ന് നമ്മൾ ഓഡിറ്റിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 കാറ്റഗറീസിലുള്ള ആളുകൾക്കുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഓഡിറ്റിംഗ് നടത്തുന്നത് കൊണ്ട് മാനേജ്മെന്റിന് എന്താണ് ബെനിഫിറ്റ്. രണ്ടാമത്തെ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഓണേഴ്സ് ആണ്. മൂന്നാമതായിട്ട് അതർ പാർട്ടീസ് റിലേറ്റഡ് ടു ദി ബിസിനസ് സച്ച് ആസ് പിന്നെ ബിസിനസ്സിന് പണം കടം കൊടുത്ത ലെൻഡേഴ്സ്, ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ക്രെഡിറ്റേഴ്സ്, പിന്നെ ടാക്സ് അതോറിറ്റി, അതേപോലെ അതർ റെഗുലേറ്ററി ബോഡീസ് വേറെ ഉണ്ടാവും, ഗവൺമെന്റ്, ഇങ്ങനെയുള്ള ഔട്ട്സൈഡ് എംപ്ലോയീസ് ഉൾപ്പെടെ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഓണേഴ്സും മാനേജ്മെന്റും അല്ലാത്ത ഏതെല്ലാം പാർട്ടീസ് ആണ് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് വെച്ചാൽ അവർക്കെല്ലാം ഉള്ള ബെനിഫിറ്റ് എന്താണ്? ഇതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്? ഓഡിറ്റ് എൻഷുവേഴ്സ് അക്യുറസി ഓർ കറക്റ്റ്നെസ് ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ കറക്റ്റ്നെസ് വാല്യൂ ചെയ്യുക, മെഷർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ വെരിഫൈ ചെയ്യുക, അതിന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തത് ഓഡിറ്റ് എൻഷുവേഴ്സ് ദ ഓതന്റിസിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ബിസിനസ്സിൽ മാനേജ്മെന്റ്, അക്കൗണ്ടന്റ് ഒക്കെ എന്താണോ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓതന്റിക് ആണ്, അതല്ലെങ്കിൽ അതിൽ വേറെ ഫോൾട്ടി ആയിട്ടുള്ള ഫിഗേഴ്സോ ഡീറ്റെയിൽസോ ഒന്നും നൽകിയിട്ടില്ല എന്ന് എൻഷുർ ചെയ്യാൻ ഏതിലൂടെ സാധിക്കും? ഓഡിറ്റിലൂടെ സാധിക്കും. ദെൻ ഓഡിറ്റ് ഹെൽപ്സ് ദ ഡിറ്റക്ഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അത് നമ്മൾ ഇതിന്റെ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സും ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സും ആണ് ഓഡിറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ സെക്കൻഡറി ഒബ്ജക്റ്റീവിലൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, ഇത് നാലാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഓഡിറ്റ് ഹെൽപ്സ് ദ എന്റർപ്രൈസ് ആൻഡ് മാനേജ്മെന്റ് ടു അസർടെയിൻ വെദർ ദ ലീഗൽ റിക്വയർമെന്റ്സ് ആർ കമ്പൈൽഡ് വിത്ത്. സാധിക്കും എന്ന് പറഞ്ഞാല് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അതിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് തന്നെയാണ്, ലീഗലി തന്നെയാണ് അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്താൻ ഈ ഓഡിറ്റിംഗ് സഹായിക്കുന്നുണ്ട്. അഞ്ചാമത്തത് പറയുന്നത് ഓഡിറ്റ് പോയിന്റ് ഔട്ട് ദ വീക്ക്നെസ്സസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് ഇന്റേണൽ ചെക്ക് ആൻഡ് ഇന്റേണൽ കൺട്രോൾ. ഒരു ബിസിനസ്സിൽ പ്രധാനപ്പെട്ട അതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലും അത് കീപ്പ് ചെയ്യുന്നതിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട 2 ഫംഗ്ഷനുകളാണ് ഇന്റേണൽ ചെക്കും ഇന്റേണൽ കൺട്രോളും. ഇത് രണ്ടും എന്താ പറയാ, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം എന്താണ്, ഇന്റേണൽ ചെക്ക് നടത്താൻ നമ്മൾ എന്താണ് ഫോളോ ചെയ്യുന്ന മാർഗം, അതിനുള്ള ടൂൾ എന്താണ്, ഇന്റേണൽ കൺട്രോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ സിസ്റ്റത്തിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ എന്തിലൂടെ പറ്റും? ഓഡിറ്റിങ്ങിലൂടെ പറ്റും. then ആറാമത്തത് ഓഡിറ്റ് എക്സാമിനേഷൻ makes the employees in charge of accounts and records vigilant, regular and up to date in their work. ഇത് എന്തിനു സഹായിക്കും? ഓഡിറ്റിംഗ് എന്തിനു സഹായിക്കും? ഈ അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളുകളെ വിജിലന്റ് ആക്കാനും അവരെ അപ് ടു ഡേറ്റ് ആക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓഡിറ്റിംഗ് ഇല്ലാച്ചാൽ എന്താ സംഭവിക്കുക? അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. അപ്പോ അത് ഒഴിവാക്കാൻ ഏതിലൂടെ സാധിക്കും? ഈ ഓഡിറ്റിംഗിലൂടെ സാധിക്കും. ദെൻ ഏഴാമത്തെ ഒരു കാര്യം പറഞ്ഞത് ലോൺസ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ക്യാൻ ബി ഈസിലി ഒബ്റ്റൈൻഡ് ബൈ ദി കൺസേൺ ഓൺ ദി ബേസിസ് ഓഫ് ഓഡിറ്റ് റെക്കോർഡ്സ്. ഓഡിറ്റ് ചെയ്യാത്ത ഫേമുകളെക്കാളും ഓഡിറ്റ് ചെയ്യുന്ന ഫേംസിന് എന്ത് കിട്ടും? വേഗത്തിൽ, വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാതെ ലോണും ക്രെഡിറ്റും ഒക്കെ കിട്ടും. ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺ എടുക്കണമെങ്കിൽ അത് കിട്ടും. അതേപോലെ സാധനങ്ങൾ കടമായിട്ട് വാങ്ങുന്ന നമ്മുടെ ക്രെഡിറ്റേഴ്സ് വലിയ പേടിയില്ലാതെ നമുക്ക് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാവും. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ലാബിലിറ്റി ഓഫ് എൻ എന്റർപ്രൈസ് ആസ് ടു ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, നമ്മുടെ GST പോലെയുള്ള ടാക്സുകൾ ക്യാൻ ബി ഈസിലി ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം ടാക്സും വെൽത്ത് ടാക്സും
അതേപോലെ GST ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഓഡിറ്റഡ് അക്കൗണ്ടിലൂടെ സാധിക്കുന്നുണ്ട്. ഓഡിറ്റ് ചെയ്തിട്ടില്ല വെച്ചാൽ ചിലപ്പം എന്താ പറയാ ഫോൾട്ടി ആയിട്ടുള്ള ഒരു എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇൻകം ടാക്സ് ആയിട്ടും വെൽത്ത് ടാക്സ് ഒക്കെ ആയിട്ട് മാനേജ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് ഒഴിവാകാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ചെക്കിങ്ങിലൂടെ കഴിയുന്നുണ്ട് എന്നർത്ഥം. മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത് ബിസിനസ് ക്യാൻ എൻജോയ് ബെറ്റർ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യാൻ ഓഡിറ്റിങ്ങിലൂടെ സാധിക്കും. ബിസിനസ് ക്യാൻ എൻജോയ് ദ ബെറ്റർ റെപ്യൂട്ടേഷൻ if it accounts are audited by an independent professional auditor. ഒരു CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത ഒരു ബിസിനസ് ഓർഗനൈസേഷന് സ്വാഭാവികമായിട്ടും അതിന്റെ മൊറയിൽ, അതിന്റെ ഗുഡ് വിൽ, അതിന്റെ റെപ്യൂട്ടേഷൻ ഒക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. മറ്റൊന്ന്, ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആർ മോർ റിലയബിൾ ആസ് എവിഡൻസ് ഇൻ ദി കോർട്ട് ഓഫ് ലോ. എന്തെങ്കിലും കേസൊക്കെ വരികയാണെന്ന് വെച്ചാല്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കേസുകളൊക്കെ വരികയാണെന്ന് വെച്ചാൽ കോർട്ട് ഓഫ് ലോയില് എന്ന് പറഞ്ഞാൽ കോടതിയില് ഈ ഓഡിറ്റഡ് അക്കൗണ്ട്സിന് എന്തുണ്ടാകും, മോർ വാല്യൂ ഉണ്ടായിരിക്കും. then that facilitate calculation of purchase consideration. ബിസിനസ് ഫേം സാധാരണ വിൽപ്പന നടത്താറ്. ഏത് വിൽപ്പന? ആ ബിസിനസ് ഒന്നാകെ വിൽക്കുന്ന സെയിൽ ഓഫ് ദി ഫേം ഒന്നാകെ വിൽക്കുന്ന ഒരു കേസ് വരുമ്പോ അതിന് പർച്ചേസ് കൺസിഡറേഷൻ കണക്കാക്കും. that facilitate auditing facilitate calculation of purchase consideration. purchase consideration സെറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യും, അത് സഹായിക്കും. then 12ാമത് പറയുന്നത് the insurance claim can be easily determined on the basis of the audited accounts. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഫയറോ തെഫ്റ്റോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടണം കമ്പനിക്ക്. മാനേജ്മെന്റിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ഈ ഓഡിറ്റഡ് അക്കൗണ്ട്സ് മുഖേനയാണ് എന്ത് ചെയ്യുക, അതിന്റെ ക്ലെയിം ഒക്കെ ഡിസൈഡ് ചെയ്യുക. മറ്റൊന്ന്, ഓഡിറ്റഡ് അക്കൗണ്ട്സ് സെർവ് ആസ് എ ബേസിസ് ഫോർ സോൾവിംഗ് ദ ഡിസ്പ്യൂട്ട്സ് ആസ് ടു ഹയർ വേജസ്. ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ്, എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ സാലറിയുടെ വേജസിന്റെ കേസിൽ കൂടുതൽ സാലറി വേണം, കൂടുതൽ വേജ് വേണം എന്നുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ അതിന് ബേസിസ് ആയിട്ട് എടുക്കുക ഏതാണ്, ആ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ബേസിസ് ആയിട്ട് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആണ് എടുക്കുക. എന്താ ലാസ്റ്റ് ആയിട്ട് നമ്മൾ മാനേജ്മെന്റിനുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, കമ്പാരിസൺ ഓഫ് അക്കൗണ്ട്സ് ഫ്രം ഇയർ ടു ഇയർ ബിക്കംസ് ഈസിയർ സിൻസ് ദ അക്കൗണ്ട്സ് ആർ യൂണിഫോംലി പ്രിപ്പയർഡ്. നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ലീഗൽ റിക്വയർമെന്റ്സും ഫോർമാറ്റുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വർഷത്തെയും അക്കൗണ്ടുകൾ, ഓഡിറ്റഡ് അക്കൗണ്ടുകൾ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. കമ്പാരിസൺ ഓഫ് അക്കൗണ്ട്സ് ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇയറിലുള്ള എന്താ പറയാ, നമ്മുടെ അക്കൗണ്ട്സിന്റെ കമ്പാരിസൺ വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ ഗ്രോത്ത് എത്രമാത്രം ഉണ്ട് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ അപ്പം മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് മാനേജ്മെന്റിന് എന്തിലൂടെ സഹായിക്കും, ഈ പറഞ്ഞ ഓഡിറ്റഡ് അക്കൗണ്ട്സ് കമ്പയർ ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇത്രയാണ് നമുക്ക് മാനേജ്മെന്റിനുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അഡ്വാൻറ്റേജസ് ടു ദി ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നേരത്തെ പറഞ്ഞു 4 തരത്തില് കമ്പനികളുടെ നാച്ചുറൽ അനുസരിച്ച് ഓണേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെ ആവാം, സോൾ ട്രേഡർ ആവാം, പാർട്ട്നേഴ്സ് ആവാം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആവാം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മെമ്പേഴ്സോ അല്ലെങ്കിൽ ട്രസ്റ്റീസ് ഒക്കെ ആവാം. അപ്പൊ നമ്മളത് 4 ഹെഡ് ആയിട്ടാണ് ഓണേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് പറയുന്നത്. ഇൻ ദി കേസ് ഓഫ് എ സോൾ ട്രേഡർ, ഓഡിറ്റിംഗ് അഷ്വേഴ്സ് ഹിം എന്ന് പറഞ്ഞാല് ആ സോൾ ട്രേഡർക്ക് അഷ്വർ ചെയ്ത് കൊടുക്കും that all business transactions have been duly accounted for and there are no errors and frauds. It also helps to know the true fact about the business. നമ്മൾ സാധാരണ ഓഡിറ്റിങ്ങിന് പറയുന്ന അതേ ഒബ്ജക്റ്റീവ് തന്നെയാണ് സോൾ ട്രേഡറെ സംബന്ധിച്ചിട്ടുള്ള അഡ്വാൻറ്റേജ്. എന്താണ് സോൾ ട്രേഡർക്ക് മനസ്സിലാക്കാൻ പറ്റുക, അയാളുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ സമയാസമയത്ത് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്, എറേഴ്സും ഫ്രോഡ്സും ഒന്നും ഇല്ല എന്ന് ആ സോൾ ട്രേഡർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഷ്വർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്താണ് അഡ്വാൻറ്റേജ്, പാർട്ട്ണർഷിപ്പ് ഓഡിറ്റഡ് അക്കൗണ്ട് സെർവ്സ് ആസ് an evidence of proper management of the affairs of the business. The audited accounts are helps in the valuation of goodwill. പാർട്ട്ണർഷിപ്പ് ഫേമില് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറും
റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണറും ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഒക്കെ ഉണ്ട്. ഒരു പാർട്ട്ണർ പുതിയതായിട്ട് അഡ്മിറ്റ് അവര് എന്ത് ചെയ്തു, ഒരു പുതിയ പാർട്ട്ണറെ കൂടി ബിസിനസ്സിലേക്ക് പിന്നെ അഡ്മിറ്റ് ചെയ്തു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ റിട്ടയർ ആയി, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മരിച്ചുപോയി, അങ്ങനെയുള്ള കേസിലൊക്കെ എന്ത് ചെയ്യും, ആ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഗുഡ് വില്ല് കണക്കാക്കും, ഗുഡ് വില്ല് വാല്യൂ ചെയ്യും. ആ ഗുഡ് വില്ല് വാല്യൂ ചെയ്യാൻ എന്തേ പറ്റുള്ളൂ, ഓഡിറ്റഡ് അക്കൗണ്ട്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓഡിറ്റഡ് അക്കൗണ്ട് ഹെൽപ്സ് in valuation of goodwill at the time of admission, retirement and death of a partner. Then again, audited accounts minimize the chances of disputes among the partners. Partners തമ്മിൽ ഡിസ്പ്യൂട്ട് ഒഴിവാക്കാൻ, അത് മിനിമൈസ് ചെയ്യാൻ ഏതിലൂടെ പറ്റും, ഈ ഓഡിറ്റിങ്ങിലൂടെ പറ്റും. Then in the case of joint stock company, audit of accounts assures the shareholders that the affairs of their company are smoothly and their investment are safe. അതാണ് വളരെ പ്രധാനപ്പെട്ട. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ എല്ലാ ദിവസവും വരെ അവരുടെ സാധാരണ ബിസിനസ് ഓപ്പറേഷനിൽ പങ്കാളികളാകുക ചെയ്യുന്നില്ല. അവിടെ മാനേജ്മെന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അതിന് നിയമിച്ച ആളുകളൊക്കെയാണ് എന്ത് ചെയ്യുക, ആ കമ്പനി കൊണ്ടു നടക്കുന്നുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട്, ആ കമ്പനി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ആർക്ക് പറ്റും, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് പറ്റും. Then the shareholders of a company can value their shares on the basis of audited accounts. ഈ രണ്ട് കാര്യമാണ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനുള്ള ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന്, അക്കൗണ്ട്സ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് പോകുന്ന ഒരു ഓഡിറ്റിംഗ് സിസ്റ്റം ഉള്ള കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ സ്മൂത്ത് റണ്ണിങ്, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആക്കിയിട്ടാണ് പോകുന്നത് അവർക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ദെൻ കമ്പനിയുടെ വാല്യൂ ഓഫ് ഷെയർസ് പിന്നെ കണക്കാക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കും, ഷെയർ ഹോൾഡേഴ്സിനെ സഹായിക്കും. Then the last one, in the case of a cooperative society or a trust, they can audit assures the members or the beneficiaries that the affairs of the society, or society എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്, ആ കോപ്പറേറ്റീവ് സൊസൈറ്റി or the trust are conducted properly and their investment are after property. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർ ആവുക, ഒരു ട്രസ്റ്റില് ബെനിഫിഷ്യറി ആവുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണ്, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നുണ്ട്. ലുക്ക് ആഫ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാല് അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് അവർക്ക് ഉറപ്പ് വരുത്താൻ ഏതിലൂടെ മാത്രമേ പറ്റുള്ളൂ, ഈ പറഞ്ഞ ഓഡിറ്റിങ്ങിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതർ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ആരെങ്കിലും അതർ പാർട്ടീസിന് ആദ്യം നോക്കി നോക്കുക, നമുക്ക് പിന്നെ അഡ്വാൻറ്റേജ് വേഗത്തിൽ പറയാൻ പറ്റും. ഒന്ന് ലെൻഡേഴ്സ് ആണ്. ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ബിസിനസ്സിന് കടം കൊടുത്ത ആളുകളാണ്. മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാല് പിന്നെ ഫിനാൻസ് ചെയ്തിട്ടുള്ള ആളുകൾ, ലോൺ പ്രൊവൈഡ് ചെയ്ത ആളുകൾ. ടാക്സ് അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബെനിഫിറ്റ്. അതേപോലെ വർക്കേഴ്സിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്, ബിസിനസ്സിലുള്ള എംപ്ലോയീസിന് എന്താണ് ബെനിഫിറ്റ്. ദെൻ ഇൻഷുറൻസ് കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ട്. ദെൻ പർച്ചേസർ ഓഫ് ദി ബിസിനസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബിസിനസ് ചിലപ്പോൾ വിൽക്കും, അങ്ങനെ വിൽക്കുകയാണെങ്കിൽ ആ ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ മറ്റൊന്ന് ഏതാണ്, ഇൻവെസ്റ്റേഴ്സ് ആണ്. ബിസിനസ്സിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബെനിഫിറ്റ്. ദെൻ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗൂഡ്സ് സപ്ലൈ ചെയ്ത, കടമായിട്ട് ഗൂഡ്സ് പ്രൊവൈഡ് ചെയ്ത ആളുകളാണ് ക്രെഡിറ്റേഴ്സ്. Lenders can depend on audited financial statements while taking a decision to grant credit to the business concerned. ഒരു ബിസിനസ്സിന് കടം കൊടുക്കുമ്പോൾ, ലോൺ കൊടുക്കുമ്പോൾ ആ ലെൻഡേഴ്സ് ആദ്യം എന്താണ് നോക്കുക, ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ആദ്യം തന്നെ നോക്കുക. ഓഡിറ്റ് ചെയ്തതിനെ നമുക്ക് ഈസി ആയിട്ട് ഗ്രാന്റ് ചെയ്യും, ഏത് ലോണൊക്കെ ഗ്രാന്റ് ചെയ്യും. അപ്പം ഒരു ബിസിനസ് ലെൻഡേഴ്സിന്, ബിസിനസ്സിന് വേണ്ടിയിട്ട് മണി കടം കൊടുക്കുന്ന ആളുകള് ലോൺ കൊടുക്കണം എന്നുള്ള ഡിസിഷൻ എടുക്കാൻ അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് അവർക്കുള്ള അഡ്വാൻറ്റേജ്. ടാക്സ് അതോറിറ്റിക്കോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വേണ്ട, അവർക്ക് അവരുടെ സെയിൽസ് ടാക്സ്, GSTയും ഇൻകം ടാക്സും വെൽത്ത് ടാക്സും ഒക്കെ അസസ് ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ് അവര് അതിന് പിന്നെന്താ പറയാ ഒരു ഡോക്യുമെന്റ് ആയിട്ട് എടുക്കുക. പിന്നെ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി വർക്കേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, മാനേജ്മെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല്
എംപ്ലോയീസിന് സാലറി ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടായാൽ മാനേജ്മെന്റ് എന്താ ചെയ്യാന്ന് പറയുന്നത്, വർക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? വർക്കേഴ്സ് these audited records helpful in the settlement of claim for higher wages and bonus. അവർക്ക് കൂടുതൽ വേജസും കൂടുതൽ ബോണസ് ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു എവിഡൻസ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഈ ഓഡിറ്റർ റെക്കോർഡ്സ് കാണിക്കാം, അല്ലെങ്കിൽ ഓഡിറ്റർ റെക്കോർഡ്സ് അവരുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇൻഷുറൻസ് കമ്പനിക്കോ, ഇൻഷുറൻസ് കമ്പനി can rely on audited account to settle claim in respect of damage or loss of any business asset by fire, theft, etc. ഫയറിലോ തെഫ്റ്റിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടണം. അപ്പൊ ആ ഇൻഷുറൻസ് കമ്പനി എന്താണ് കാര്യമായിട്ട് ചെക്ക് ചെയ്യുക? അവരുടെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആണ് ടു സെറ്റിൽ ദ ക്ലെയിംസ്. ഓക്കെ, ആ സെറ്റിൽ ചെയ്യാൻ വേണ്ടി, ക്ലെയിം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ റെക്കോർഡ്സ് ആണ് അവരൊരു കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഇത് പർച്ചേസർ ഓഫ് എ ബിസിനസ് can easily calculate the amount of purchase consideration on the basis of audited accounts. Audited accountന്റെ ബേസിലാണ് ഒരു ബിസിനസിന്റെ വാല്യൂ, ഒരു ബിസിനസ് വിൽക്കുകയാണെങ്കിൽ അതിന്റെ പർച്ചേസ് കൺസിഡറേഷൻ, അതിന്റെ പർച്ചേസർ ഓഫ് ദി ബിസിനസ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആണ് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ദെൻ മറ്റൊന്ന്, ഓഡിറ്റഡ് അക്കൗണ്ട്സ് ക്രിയേറ്റ് കോൺഫിഡൻസ് ഇൻ ദി മൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ മൈൻഡിൽ നല്ല കോൺഫിഡൻസ്, ഞങ്ങളൊരു ക്ലിയർ കട്ടാണ്, ഞങ്ങളൊരു ഏറ്റവും നല്ല ഒരു ഫേമിലാണ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫേമിലാണ്, അക്കൗണ്ടബിലിറ്റിയും റിലയബിലിറ്റി ഒക്കെ ഉള്ള ഫേമിലാണ് ഉള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഓഡിറ്റഡ് അക്കൗണ്ട്സിലൂടെ സാധിക്കുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ, ക്രെഡിറ്റേഴ്സ് ഹു സപ്ലൈ ഗൂഡ്സ് ടു ദി ബിസിനസ്. ബിസിനസിന് കടമായിട്ട് ഗൂഡ്സ് സപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടാവും, അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ആ ക്രെഡിറ്റേഴ്സ് മേ അസസ് ദ സോൾവൻസി ആൻഡ് ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദി ബിസിനസ് ഓൺ ദി ബേസിസ് ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട്സ്. ഓഡിറ്റഡ് അക്കൗണ്ട്സിന്റെ ബേസിൽ ആ ബിസിനസിന് കടം കൊടുക്കുന്നതിന് മുന്നേ ആ കമ്പനിക്ക് എത്രമാത്രം സോൾവൻസി ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, അവരുടെ പണം തിരിച്ചു കിട്ടാൻ എത്രമാത്രം സാധ്യതകൾ ഉണ്ടെന്നൊക്കെ അസസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പിന്നെ ഓഡിറ്റഡ് റെക്കോർഡ്സിലൂടെ, ഓഡിറ്റഡ് അക്കൗണ്ട്സിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ദീസ് ആർ ദ important advantages of the auditing to the different parties.